CPM-ന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളും മുൻ മന്ത്രിയും പലവട്ടം MLA-യുമായ മുൻ ജില്ലാ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജി സുധാകരൻ്റെ ഒരു പ്രസ്താവന തോക്ക് തിരിച്ചു നിർത്തി വെടിവെക്കുന്നതിന് തുല്യമായത് എങ്ങനെയാണ് എന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയ ചർച്ചയാണ്. അത് മറ്റു മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ സജീവമായി ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിലേക്ക് കൂടി കടക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. സ്വാഭാവികമായും അതിന് ആ അർത്ഥത്തിൽ വാർത്താ മൂല്യമുണ്ട് താനും. ന്യൂസ് വാല്യൂവിനെ നിർണ്ണയിക്കുന്ന CPM വിരുദ്ധ ഘടകം 1, 2, 3 എണ്ണിയാൽ ആദ്യത്തെ 3 എണ്ണലിലും ഈ പ്രസ്താവനയിലുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് താല്പര്യമുണ്ടാവും. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്കറിയാം, ഐക്യ കേരളം രൂപവൽക്കരിക്കപ്പെട്ടിട്ട് 68 വർഷമാവുന്നു. തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന കേരളത്തെ ഭാഷാടിസ്ഥാനത്തിൽ ഒറ്റ കേരളമായി 1956 നടന്ന 1ാം കേരള നിയമസഭയിലേക്ക് നമ്മൾ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലാണല്ലോ ഐതിഹാസികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ആവടി AICC സമ്മേളനത്തിലെ കർക്കശ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും കൃത്യമായി അകന്നു നിൽക്കുകയായിരുന്നു. ആവടി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ നിർദ്ദേശം, നെഹ്റു അടക്കമുള്ളവർ പങ്കെടുത്ത ആവടി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ നിർദ്ദേശം ലീഗുമായി യാതൊരു ബന്ധവും പാടില്ല എന്നായിരുന്നു. അവരെ തുടരുത്. കോൺഗ്രസിനോട് കോൺഗ്രസ് നേതൃത്വത്തോട് AICC സമ്മേളനത്തിൻ്റെ നിർദ്ദേശം മുസ്ലിം ലീഗിനെ തൊട്ടുപോകരുത് എന്നായിരുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഉണ്ടാക്കാൻ ശ്രമിച്ച ഐക്യം നടന്നില്ല. എന്നിട്ട് പിന്നെ സംഭവിച്ചത് നമുക്കറിയാം. ലീഗും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി PSP തമ്മിൽ സഖ്യമുണ്ടാക്കി മത്സരിച്ചു. കോൺഗ്രസ് വേറെ മത്സരിച്ചു, വേറെ ചില ചെറിയ പാർട്ടികളുമായി ചേർന്ന് മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അവിടുന്ന് പറഞ്ഞു തുടങ്ങാൻ കാര്യം, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വിഭജനത്തിൻ്റെ പതിറ്റാണ്ടുകൾക്ക് ശേഷവും രാഷ്ട്രീയ ഭൂമികയിൽ ഇല്ലാതിരുന്ന വിശ്വാസ്യതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ വലിയ വിശ്വാസ്യതയും നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണത്. 1ാം കേരള നിയമസഭയാണ്. മുസ്ലിം ലീഗും CPM-ഉം ഇന്നും കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികളാണ്. വിശ്വാസ്യതയുടെ കാര്യത്തിൽ മാറ്റുരയ്ക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇത് പറയേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് ഇന്ന് മുസ്ലിം ലീഗിന് തടവറയിലാണല്ലോ. വരും ദിവസങ്ങളിൽ ജി സുധാകരൻ്റെ പ്രസ്താവന ഉയർത്തിക്കാട്ടി കോൺഗ്രസും ലീഗുമൊക്കെ CPM-നെതിരെ ഗോഗാവളികളുമായി രംഗത്ത് വരാൻ തുടങ്ങുമ്പോൾ ഈ 56-ലെ തിരഞ്ഞെടുപ്പിലെ കഥ ഒന്ന് ഓർക്കുന്ന ഒന്നായിരിക്കും. അന്ന് ഡോണ്ട് ടച്ച് ദം എന്ന് പറഞ്ഞ ലീഗാണ് ഇന്ന് കോൺഗ്രസിനെ ഭരിക്കുന്നത്. വിശ്വാസ്യതയുടെ മാനദണ്ഡങ്ങളൊക്കെ കോൺഗ്രസ് എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞു, ലീഗിനെ പുണർന്നു. പക്ഷേ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമോ? നമ്മളുടെ പോയിന്റ് അതാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57-ൽ അധികാരത്തിൽ വന്നു. 59-ൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കേന്ദ്ര സർക്കാർ നിഷ്കരുണം ജനാധിപത്യ വിരുദ്ധമായി പിരിച്ചുവിട്ടു. ചരിത്രമാണത്. 59 മുതൽ പിന്നീട് 67-ൽ വരുന്നു. 80-ലാണ് ചരിത്ര പ്രസിദ്ധമായ രാജ്യത്തിന് മാതൃകയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപവൽക്കരിക്കുന്നത്. അന്ന് ആ മുന്നണിയോടൊപ്പം വരാൻ തിരക്ക് കൂട്ടി ആവേശം കാണിച്ചവരിൽ ആദർശധീരന്മാരായ AK ആന്റണി അടക്കമുള്ളവരുണ്ടായിരുന്നു. കോൺഗ്രസിലെ ആദർശവാന്മാരുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി കലഹിച്ച് LDF-ന്റെ ഭാഗമായവരാണ്. എന്താണ് അടിസ്ഥാനം? വിശ്വാസ്യത. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത 80-ൽ വരുന്നു. 82-ൽ ആ ഭരണം താഴെ പോകുന്ന സ്ഥിതി വരുന്നു. ഇവർക്കാരോ ഈ വിശ്വാസ്യതയുടെ പേരിൽ വന്നവർ തമ്മിലടിച്ച് അധികാരക്കൊതി മൂത്ത് കാലുവാരിയപ്പോൾ താഴെ പോകുന്നു. അതുകൊണ്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടതുപക്ഷം തകരാതെ പലവട്ടം തുടർച്ചയായി അധികാരത്തിൽ വരുന്നു. ഏറ്റവും ഒടുവിൽ 2016, 2021, 2026-ലെ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതികൾ നിൽക്കുകയാണ്. എന്താണ് അടിസ്ഥാനം? ഏത് കൊച്ചുകുട്ടിക്കും, കേരളത്തിൽ സാമാന്യ രാഷ്ട്രീയം അറിയാവുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ പൊതുവെയും വിശ്വാസ്യതയാണ് ആ പ്രസ്ഥാനത്തെ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ അടിത്തറയുള്ളതാക്കാനും ആഴത്തിൽ വേറുറപ്പിക്കാനും പലവട്ടം ഭരണത്തിൽ വരാത്തപ്പോൾ പ്രതിപക്ഷത്ത് വീറോടെ പ്രവർത്തിച്ച് കേരളത്തിലെ
നീതിബോധത്തിൻ്റെ മനസാക്ഷിയായി മാറാനും കഴിഞ്ഞത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസ്യതയാണ്. 10-100 വോട്ട് തപാൽ വോട്ട് മാറി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി ചെയ്തുകൊണ്ട് പൊട്ടിച്ച് മാറ്റിയത് കൊണ്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇത്ര കാലം അധികാരത്തിൽ വന്നത്? എത്ര വലിയ പോഴത്തരമാണ് CPM-ൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായി ഇപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ജി സുധാകരൻ പറയുന്നത്. നമ്മൾ പറയാറുണ്ട്, ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ല. കണ്ണൂരിലെ സുധാകരൻ ചികിത്സ തുടങ്ങി, ആലപ്പുഴയിലെ സുധാകരൻ കൂടി ചികിത്സ തുടങ്ങണം. സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ഒരു വലിയ ട്രോൾ അതാണ്. ആലപ്പുഴയിൽ നിന്ന് ഉളമ്പാറയിലേക്കാണോ കുതിരവട്ടത്തേക്കാണോ വേഗം കുറവ് കൂടുതൽ എന്നൊക്കെ ചോദിക്കുന്ന പോസ്റ്റുകൾ ഇടതുപക്ഷ അനുഭാവികളുടെ വരെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്നിരിക്കുന്നു. അവർക്കാർക്കും ജി സുധാകരൻ എന്ന നേതാവിൻ്റെ ഇന്നലെ വരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയിലോ അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധത്തിലോ, അദ്ദേഹം രക്തസാക്ഷിയുടെ ജ്യേഷ്ഠനാണ്, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിബദ്ധതയിലോ കളർപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രതിബദ്ധതയിലോ സംശയമില്ല. പക്ഷേ ഇന്നലെ വരെയുള്ള എല്ലാ പ്രതിബദ്ധതകളെയും റദ്ദാക്കുന്ന രീതിയിൽ ഒറ്റയടിക്ക് അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക്, ഇടതുപക്ഷ വിരുദ്ധർക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിനും സംഘപരിവാറിനും ആയുധമാകും എന്നുറപ്പാണ്. നമ്മളത് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും വരും ദിവസങ്ങളിൽ ഈ പ്രസ്താവന, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സന്ദർഭത്തിൽ, 6 മാസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും 1 വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ, അതിനുശേഷമാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ഒരു പ്രസ്താവന വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ വഴിയും അല്ലാത്ത മീഡിയ വഴിയും വന്നുകൊണ്ടിരിക്കും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെ വിശ്വാസ്യതയുടെ ഇന്നലകൾ കൊണ്ടും വിശ്വാസ്യതയുടെ ഇന്ന് കൊണ്ടും വിശ്വാസ്യതയുടെ തേരിലേറി തന്നെ മുന്നോട്ട് പോകാൻ ഉറയ്ക്കുന്ന നാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും കൃത്യമായി വിശദീകരിച്ചുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറികടക്കാനാവുമെന്ന് നേരിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമില്ലാത്തവർക്ക് പോലും മനസ്സിലാവും. കാരണം കേരളത്തിൽ നമ്മൾ ഇടതു വലത് ശക്തികളെ ഒരേപോലെ കാണുന്നവരാണ്, ഇടതു വലത് മുന്നണികളെ ഒരേപോലെ കാണുന്നവരാണ്. കാണുമ്പോൾ ഓരോ ഘട്ടത്തിലും ആര് ഭരണത്തിലിരിക്കുമ്പോഴും ആര് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നമുക്ക് ഈ കക്ഷികളെല്ലാം കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ട്. അങ്ങനെ അവസരം കിട്ടുമ്പോൾ സാധാരണമായി രാഷ്ട്രീയം ചിന്തിക്കുന്ന, അതായത് നീതിബോധത്തോടെ സത്യസന്ധതയോടെ രാഷ്ട്രീയം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് ആർക്കാണ് വിശ്വാസ്യത, ആരെയാണ് വിശ്വസിക്കാവുന്നത്, വാക്കിന് വിലയുള്ളത് ആർക്കാണ്, പ്രവൃത്തിയിൽ വിലയുള്ളത് ആർക്കാണ്, ഇതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ തപാൽ വോട്ട് പൊട്ടിച്ച് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന ജി സുധാകരൻ്റെ പ്രസ്താവനയിൽ CPM-ൻ്റെ വിശ്വാസ്യത ഒലിച്ചു പോകും എന്ന് ആരും കരുതുന്നുണ്ടാവില്ല. പക്ഷേ അതൊരു വലിയ പക്ഷയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതവും അത് മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധരും ഉപയോഗിക്കാനിടയുള്ള രീതിയും ആപൽക്കരമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിയപ്പെട്ട ജി സുധാകരനോട് പറഞ്ഞു പോകുന്നത്, വലിയ ചതിയായിപ്പോയി, ഒഴിവാക്കാമായിരുന്ന വർത്തമാനമായി പോയി എന്ന്. തൽക്കാലം അത്രമാത്രം. നന്ദി. you